Good morning students. Welcome to a dream classroom. ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡ് ബ്ലോക്കിലെ 7th യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ബ്ലോക്ക് യൂണിറ്റ് 7 എത്നിക് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എത്നിക് മൂവ്മെന്റിനെ കുറിച്ചാണ്, അതായത് ജാതീയപരമായിട്ടുള്ള മൂവ്മെന്റിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ എത്നിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് ദ കൺസെപ്റ്റ് ഓഫ് എത്നിസിറ്റി ആണ്. കൺസെപ്റ്റ് ഓഫ് എത്നിസിറ്റി. വാട്ട് ഈസ് മീൻ ബൈ കൺസെപ്റ്റ് ഓഫ് എത്നിസിറ്റി? എന്താണ് ജാതീയത്വം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? കൺസെപ്റ്റ് ഓഫ് എത്നിസിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് കൺസെപ്റ്റ് ഓഫ് എത്നിസിറ്റി പഠിക്കണം, എത്നിക് ഐഡന്റിറ്റിയും പഠിക്കണം. അതിൽ നമുക്ക് കൺസെപ്റ്റ് ഓഫ് എത്നിസിറ്റി എന്ന് പറഞ്ഞാല് എത്നിക് ഗ്രൂപ്പ് എ ഡിസ്റ്റിങ്ക്ട് കൾച്ചറൽ ഗ്രൂപ്പ് വിത്ത് എ ലാർജർ സൊസൈറ്റി. അതായത് ഒരു വലിയ സമൂഹത്തിനുള്ളിലെ ഒരു പ്രത്യേക സാംസ്കാരിക വിഭാഗമാണ് ജാതീയപരമായിട്ടുള്ള സംഘം, എത്നിക് ഗ്രൂപ്പ്. ഇപ്പൊ ജാതീയപരമായ എത്നിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ഈ ഒരു വലിയ സമൂഹത്തിനുള്ളിലെ ഡിസ്റ്റിങ്ക്ട് കൾച്ചറൽ ഗ്രൂപ്പ് വിത്ത് എ ലാർജർ സൊസൈറ്റി. ഈ ഒരു വലിയ സമൂഹത്തിനുള്ളിൽ വരുന്ന ഒരു കൾച്ചറൽ ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്? എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എത്നിക് ഗ്രൂപ്പ് എ ഡിസ്റ്റിങ്ക്ട് കൾച്ചറൽ ഗ്രൂപ്പ് വിത്ത് എ ലാർജർ സൊസൈറ്റി. ഈ ഒരു വലിയ സമൂഹത്തിലെ സാംസ്കാരികപരമായ കൾച്ചറൽ ഗ്രൂപ്പിനെയാണ് ഏത് പേരിൽ ഡിഫൈൻ ചെയ്യുന്നത്? എത്നിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, മെമ്പേഴ്സ് ഷെയർ കോമൺ റേസ്, നാഷണാലിറ്റി, ലാംഗ്വേജ്, കൾച്ചർ ഓർ ട്രഡീഷൻ. ഇവിടെ അംഗങ്ങൾ എന്താണ് ഷെയർ ചെയ്യുന്നത്? മെമ്പേഴ്സ് ഷെയർ കോമൺ. അംഗങ്ങൾ ഷെയർ ചെയ്യുന്നു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെ? വംശം, റേസ് വംശം, നാഷണാലിറ്റി ദേശീയത, ലാംഗ്വേജ് ഭാഷ, കൾച്ചർ സംസ്കാരം, ഓർ ട്രഡീഷൻ പാരമ്പര്യം എന്നിവയൊക്കെയാണ് നമ്മുടെ ഓരോ അംഗങ്ങളും പൊതുവായിട്ട് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. And then next point, ethnicity developed through process like assimilation, acculturation, competition and conflict. എത്നിസിറ്റി എന്താണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്? അതായത് ജാതീയത്വം എന്താണ്? എത്നിസിറ്റി പറഞ്ഞാല് ജാതീയത്വം. അപ്പൊ ഈ എത്നിസിറ്റി എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഏതൊക്കെ പ്രോസസ്സാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ സംസ്കാര സ്വീകരണം എന്ന് പറയും കേട്ടോ. അക്കൾച്ചറേഷൻ, അതേപോലെ തന്നെ കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ്. അപ്പോ അസിമിലേഷൻ സംയോജനം, അക്കൾച്ചറേഷൻ ആണ് സാംസ്കാരിക സ്വീകരണം, കോമ്പറ്റീഷൻ മത്സരം, കോൺഫ്ലിക്റ്റ് സംഘർഷം. ഇതൊക്കെ ഇവിടെ വളരാൻ കാരണം എന്തെന്നെയാണ്? ജാതീയത്വമാണ്. എത്നിസിറ്റി ഡെവലപ്പ് ത്രൂ പ്രോസസ്. ജാതീയത ഈ എന്തൊക്കെ പ്രോസസ്സുകളാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്? അസിമിലേഷൻ, അക്കൾച്ചറേഷൻ, കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അസിമിലേഷൻ പറഞ്ഞാൽ സംയോജനം, അക്കൾച്ചറേഷൻ പറഞ്ഞാല് സാംസ്കാരികപരമായിട്ടുള്ള സാംസ്കാരിക സ്വീകരണം, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മത്സരം, ആൻഡ് കോൺഫ്ലിക്റ്റ് സംഘർഷം. ഇതൊക്കെയാണ് എത്നിസിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ക്രിയേറ്റ് എത്നിക് കോൺഷ്യസ്നസ് ആൻഡ് യൂണിറ്റി എമംഗ് മെമ്പേഴ്സ്. അതേപോലെ തന്നെ ഇവിടെ ഇറ്റ് ക്രിയേറ്റ് എത്നിക് കോൺഷ്യസ്നസ് ആൻഡ് യൂണിറ്റി എമംഗ് മെമ്പേഴ്സ്. അതായത് ഇത് അംഗങ്ങളിൽ ജാതീയമായ ബോധവും അതേപോലെ തന്നെ യൂണിറ്റി ഐക്യവും സൃഷ്ടിക്കുന്നു. ഇറ്റ് ക്രിയേറ്റ് എത്നിക് കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ബോധമാണ്? എത്നിക് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ജാതീയമായ ചിന്ത അഥവാ ജാതീയമായ ബോധം. അപ്പൊ എത്നിക് കോൺഷ്യസ്നസും യൂണിറ്റിയും അംഗങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നത് എന്താണ്? എത്നിസിറ്റിയാണ്. അക്കോർഡിംഗ് ടു മാക്സ് വെബർ,
എൻഡനിക് ഗ്രൂപ്പ് ബിലീവ് ഇൻ കോമൺ ഡീസന്റ്. മാക്സ് വെബറുടെ അഭിപ്രായത്തില് ജാതി സംഘങ്ങൾ പൊതുവായ വംശപരമ്പരയിലുള്ള വിശ്വാസം നിലനിർത്തുന്നു. റിയൽ ആയിട്ടും ഇമാജിൻ ആയിട്ടും യഥാർത്ഥമായിട്ടും അത് സാങ്കല്പികമായിട്ടും എൻഡനിക് ഗ്രൂപ്പുകള് എന്ത് നിലനിർത്തുന്നുണ്ട്? ജാതീയപരമായിട്ടുള്ള ഒരു ഗ്രൂപ്പുകള് നിലനിർത്തുന്നു. അക്കോർഡിംഗ് ടു മാക്സ് വെബറിന്റെ അഭിപ്രായത്തില് എൻഡനിക് ഗ്രൂപ്പ് ബിലീവ് ഇൻ കോമൺ ഡീസന്റ് റിയൽ ഓർ ഇമാജിൻ. എൻഡനിക് ഗ്രൂപ്പുകളെ ജാതീയ സംഘങ്ങൾ പൊതുവായിട്ടുള്ള എന്താണ് ഇവിടെ നിലനിർത്തുന്നത്? ജാതീയപരമായ സംഘങ്ങൾ നിലനിർത്തുന്നു. റിയൽ ആയിട്ടും ഇമാജിൻഡ് ആയിട്ടും, യഥാർത്ഥമായിട്ടും ഇമാജിൻഡ് ആയിട്ടും. And the next point, ethnicity often emerge with right and equality are denied by the majority. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ethnicity often emerge with right and equality. അവകാശവും സമത്വവും ഇവിടെ നിഷേധിക്കുമ്പോൾ എന്തിന് ശക്തമാകുന്നു? ജാതീയത്വമാണ് ശക്തമാകുന്നത്. ethnicity often emerge with right and equality are denied by the majority. ഭൂരിപക്ഷം അവകാശങ്ങളും സമത്വവും നിഷേധിക്കപ്പെടുമ്പോൾ ജാതി ethnicity എന്ത് ചെയ്യപ്പെടുന്നു? ശക്തമാകുന്നു. ethnicity എന്നാൽ എന്താ? ജാതീയത്വം. ജാതീയത ശക്തമാകുമ്പോൾ എന്തില്ലാതാകുന്നു? അവകാശങ്ങളും ഈക്വാലിറ്റിയും റൈറ്റും ഇല്ലാതാകുന്നു. ethnicity മെജോറിറ്റി ആയി മാറുമ്പോൾ അവിടെ എന്താണ് നഷ്ടപ്പെടുന്നത്? റൈറ്റും ഈക്വാലിറ്റിയും. And then last point, it can mobilize people for economic and political interest. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിക്കുന്നു. It can mobilize people for economic and political interest. സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായുള്ള താല്പര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ethnicity സഹായിക്കുന്നത്. And then അടുത്തതാണ് എൻഡനിക് ഐഡന്റിറ്റി, ജാതി തിരിച്ചറിവ് എന്ന് പറയും. എൻഡനിക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാല് ജാതീയപരമായിട്ടുള്ള തിരിച്ചറിവിനെയാണ് എൻഡനിക് ഐഡന്റിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ജാതി തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ? ഡിറ്റർമൈൻഡ് അറ്റ് ബർത്ത് ആൻഡ് പാസ്ഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഒരു സമൂഹത്തെ മറ്റൊന്നിൽ നിന്ന് അതായത് ഇവിടെ ഡിറ്റർമൈൻഡ് അറ്റ് ബർത്ത് ആൻഡ് പാസ്ഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതായത് ജനനത്തോടെ ലഭിക്കുന്നതും തലമുറകളിലേക്ക് പകരുന്നതുമാണ് ഏത്? എൻഡനിക് ഐഡന്റിറ്റി. ജാതി തിരിച്ചറിവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ബർത്തിലൂടെയാണ്, ജനനത്തിലൂടെയാണ്. പിന്നെ നമ്മളത് എന്ത് ചെയ്യുന്നു? ജനറേഷൻ ടു ജനറേഷൻ, തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറുന്നു. അതാണ് ഏത്? എൻഡനിക് ഐഡന്റിറ്റി. എൻഡനിക് ഐഡന്റിറ്റി ഡിറ്റർമൈൻഡ് അറ്റ് ബർത്ത്, ജനനത്തിലൂടെയാണ് ജാതി ലഭിക്കുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ്ഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകരുന്നു. And then next point, create boundaries that distinguish one group from another. ഒരു സമൂഹത്തെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുന്ന അതിരുകൾ സൃഷ്ടിക്കുന്നു. Create boundaries that distinguish one group from another. ഒരു സമൂഹത്തെ മറ്റൊന്നിൽ നിന്നും വേർതിരിക്കുന്ന അതിരുകളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. And then next point, strengthens group solidarity and sense of belonging. ഐക്യവും സ്വന്തം എന്ന ബോധവും ഇവിടെ ശക്തിപ്പെടുന്നു. strengthens group solidarity and sense of belonging. ഐക്യവും സ്വന്തം എന്ന ബോധവും ഇവിടെ ശക്തിപ്പെടുത്തുന്നു. Can lead to ethnic movement when group feel dominated or marginalized. അതേപോലെ തന്നെ പിന്നെന്താണ് അടുത്ത പോയിന്റ്? അടിച്ചമർത്തൽ അല്ലെങ്കിൽ അവഗണന അനുഭവിക്കുമ്പോൾ ജാതി പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാം. Can lead to ethnic movement when group feel dominated or marginalized. പലതരത്തിലുള്ള അടിച്ചമർത്തലുകളും അവഗണനകളുമാണ് എന്ത് രൂപം കൊള്ളാനുള്ള കാരണം? എൻഡനിക് മൂവ്മെന്റ്, ജാതി പ്രസ്ഥാനങ്ങൾ, മൂവ്മെന്റ്സുകൾ ഉടലെടുക്കാനുള്ള കാരണം. And then next point, political and economic factors influence ethnic identity formation. രാഷ്ട്രീയവും സാമ്പത്തികമായ ഘടകങ്ങൾ ജാതിപരമായ ഐഡന്റിറ്റിയെ സ്വാധീനിക്കുന്നു.
പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് എത്നിക് ഐഡന്റിറ്റി ഫോർമേഷൻ. രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? എത്നിക് ഐഡന്റിറ്റി, ജാതീയപരമായ തിരിച്ചറിയലിനെ സ്വാധീനിക്കുന്നു. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ്, state response plays a key role in the success or failure of ethnic movement. സർക്കാരിന്റെ പ്രതികരണം ജാതി പ്രസ്ഥാനങ്ങളുടെ വിജയത്തിനും പരാജയത്തിനും നിർണായകമാണ്. ഗവൺമെന്റിന്റെ നിന്നുണ്ടാകുന്ന റെസ്പോൺസ് ജാതി പ്രസ്ഥാനങ്ങളുടെ വിജയത്തിനും ജാതി പ്രസ്ഥാനങ്ങളുടെ പരാജയത്തിനും കാരണമാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്തിനെ കുറിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാണ്ടായിരുന്നത്. കൺസെപ്റ്റ് ഓഫ് എത്നിസിറ്റി ആൻഡ് എത്നിക് ഐഡന്റിറ്റി എന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കഷൻ നടത്താനുണ്ടായിരുന്നത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ഫോംസ് ഓഫ് എത്നിക് ഐഡന്റിറ്റി ആൻഡ് അസർഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് പുതിയൊരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. 7th യൂണിറ്റിലെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകൾ നമ്മൾ അനലൈസ് ചെയ്തു. ഇനി ഒരു എഫ് എ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഫോംസ് ഓഫ് എത്നിക് ഐഡന്റിറ്റി ആൻഡ് അസർഷൻ. ഫോംസ് ഓഫ് എത്നിക് ഐഡന്റിറ്റി ആൻഡ് അസർഷൻ എന്തൊക്കെയാണ് ഈ ഒരു എത്നിക് ഐഡന്റിറ്റിയുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് അതിന്റെ രൂപങ്ങളെ, എത്നിക് ഐഡന്റിറ്റിയുടെ രൂപങ്ങളെ ഫോംസ് എന്ന് പറഞ്ഞ രൂപങ്ങൾ. അപ്പൊ ഈ വംശജാതീയപരമായിട്ടുള്ള രൂപങ്ങളുടെ ഐഡന്റിറ്റിയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. പ്രധാനമായും ഈ എത്നിക് ഐഡന്റിറ്റിയെ 6 പോയിന്റ്സുകളിലൂടെ നമുക്ക് വിവരിക്കാം. ലിംഗ്വിസ്റ്റിക് എത്നിസിറ്റി, കമ്മ്യൂണലിസം, ട്രൈബൽ മൂവ്മെന്റ്, എത്നോ നാഷണലിസം, റീജിയണലിസം, കാസ്റ്റിസം. അങ്ങനെ 6 പോയിന്റുകളിലൂടെയാണ് എത്നിക് ഐഡന്റിറ്റിയുടെ ഫോംസിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പോ എത്നിക് ഐഡന്റിറ്റിയുടെ ഫോംസുകൾ 6 പോയിന്റ്, 5th പോയിന്റ്സ് ആണ് അതിൽ വരുന്നത്. ലിംഗ്വിസ്റ്റിക് എത്നിസിറ്റി, കമ്മ്യൂണലിസം, ട്രൈബൽ മൂവ്മെന്റ്, എത്നോ നാഷണലിസം, റീജിയണലിസം ആൻഡ് കാസ്റ്റിസം. അതിലെ ഫസ്റ്റ് പോയിന്റ് എടുക്കുക. നമുക്ക് ഫസ്റ്റ് പോയിന്റ് അനലൈസ് ചെയ്യാം. ലിംഗ്വിസ്റ്റിക് എത്നിസിറ്റി. എന്താ ലിംഗ്വിസ്റ്റിക് എത്നിസിറ്റി എന്നാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഭാഷാപരമായ ജാതീയത്വം അഥവാ ജാതിത്വം എന്ന് പറയും. അതാണ് ലിംഗ്വിസ്റ്റിക് എത്നിസിറ്റി. ലിംഗ്വിസ്റ്റിക് പറഞ്ഞാൽ എന്താ? ഭാഷാപരം. എത്നിസിറ്റി പറഞ്ഞാൽ ജാതീയത്വം. അപ്പൊ ലിംഗ്വിസ്റ്റിക് എത്നിസിറ്റി പറഞ്ഞാൽ എന്താണ്? ഭാഷാപരമായിട്ടുള്ള ജാതിത്വം. എന്താണ് അതിന് വരുന്നത് നോക്കൂ. ലാംഗ്വേജ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ബേസിസ് ഓഫ് എത്നിക് ഐഡന്റിറ്റി. അതായത് ഭാഷാ ജാതിത്വത്തിന്റെ പ്രധാന അടിസ്ഥാനമാണിത്. ഈ ലാംഗ്വേജ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ബേസിസ് ഓഫ് എത്നിക് ഐഡന്റിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ബേസ് ആണ് ഏത്? ലാംഗ്വേജ്. ലാംഗ്വേജ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ബേസിസ് ഓഫ് എത്നിക് ഐഡന്റിറ്റി. അതായത് ജാതിത്വമായ ഐഡന്റിറ്റിയുടെ ഒരു പ്രധാന ഘടകമാണ് ലാംഗ്വേജ്. പീപ്പിൾ ബിൽഡ് ഐഡന്റിറ്റി ത്രൂ ദെയർ ഓൺ ലാംഗ്വേജ്. ആളുകൾ സ്വന്തം ഭാഷയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ചറിവ് രൂപപ്പെടുത്തുന്നത്. നമുക്ക് ആളുകളെ തിരിച്ചറിയാൻ കഴിയുക എങ്ങനെയാണ്? അവരവരുടെ ഭാഷകളിലൂടെയാണ്. ഇപ്പൊ നമ്മൾക്ക് ഒരു 100 ആളുകളുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1,00,000 ആളുകളുണ്ട്. പക്ഷെ ആ ആളുകളിൽ നിന്ന് അവരൊക്കെ ഓരോ വ്യത്യസ്ത സംസ്ഥാനം, ഇന്ത്യയെ സംബന്ധിച്ച് വ്യത്യസ്ത ഭാഷ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ. മലയാളം ഉണ്ട്, തമിഴുണ്ട്, അതേപോലെ തന്നെ ഹിന്ദി ഉണ്ട്, തെലുങ്ക് ഉണ്ട്, കന്നഡ ഉണ്ട്, മറാത്ത ഉണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇവരുടെയൊക്കെ ഭാഷ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവര് ഏത് സംസ്ഥാനത്തിലുള്ളവരാണ്. ഇപ്പോ കേരളീയരുണ്ടായിരിക്കാം, തമിഴ്നാട്ടിലുള്ളവരുണ്ടായിരിക്കാം, ആന്ധ്രാപ്രദേശിലുള്ളവരുണ്ടായിരിക്കാം. അങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് അവരിൽ നിന്നും അവരുടെ ഭാഷ കേൾക്കുമ്പോൾ തന്നെ അവർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ എന്ത്? ലിംഗ്വിസ്റ്റിക് എത്നിസിറ്റി. അപ്പോ പീപ്പിൾ ബിൽഡ് ഐഡന്റിറ്റി ദെയർ ഓൺ ലാംഗ്വേജ്. ആളുകൾ സ്വന്തം ഭാഷയിലൂടെ അവരെ തിരിച്ചറിയുന്നു. എക്സാമ്പിൾ, ദ്രാവിഡ കഴകം മൂവ്മെന്റ് ഒപ്പോസ്ഡ് ഹിന്ദി.
ദ്രാവിഡ കഴകം മൂവ്മെന്റ്. ദ്രാവിഡ കഴകം എന്ന് പറഞ്ഞാൽ തമിഴിൽ എന്തിനെ എതിർത്തിരുന്നു? തമിഴ്നാട്ടില് ഹിന്ദി പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ചപ്പോൾ ദ്രാവിഡ കഴകമായിട്ടുള്ള തമിഴരെ എന്തിനെ എതിർത്തു? ഹിന്ദി ലാംഗ്വേജിനെ എതിർത്തിരുന്നു. അവരുടെ മാതൃഭാഷ ഹിന്ദിയാക്കാൻ ശ്രമിച്ചപ്പോൾ ആ തമിഴ്നാട്ടിലുള്ള ആളുകൾ ദ്രാവിഡ കഴകം എന്ന് അവരെ പറയാ. തമിഴരേനെ അറിയപ്പെടുക ദ്രാവിഡ കഴകം, ദ്രാവിഡരാണ് തമിഴര്. അതുകൊണ്ട് തന്നെ ദ്രാവിഡ കഴകം അവിടെ ഹിന്ദി മാതൃഭാഷയാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തത് ഏതിനുദാഹരണമാണ്? ലിംഗ്വിസ്റ്റിക് എൻഡിനിഫിറ്റി. Linguistic identity grew along with the national movement. ദേശീയ നാഷണൽ മൂവ്മെന്റ് എന്താ? ദേശീയ പ്രസ്ഥാനം. ദേശീയ പ്രസ്ഥാനം വളരുന്നത് പോലെ തന്നെ എന്തും വളർന്നിരുന്നു? ഭാഷാപരമായിട്ടുള്ള തിരിച്ചറിവും വളർന്നിരുന്നു. അതായത് ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി ഗ്രൂ അലോങ് വിത്ത് നാഷണൽ മൂവ്മെന്റ് വളരുന്നതിനോടൊപ്പം എന്തും വളർന്നു? ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റിയും വളർന്നു. Language has more importance than religion in administrative restructuring. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്ട്രക്റ്റിംഗ് എന്ന ഭരണ പുനഃസംഘടനയിൽ മതത്തെക്കാൾ ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. നമ്മളുടെ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ലാംഗ്വേജിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ഭാഷയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ 29 സംസ്ഥാനങ്ങളും രൂപീകൃതമായിട്ടുള്ളത്. കേരളം അടക്കമുള്ള ഈ 29 സംസ്ഥാനങ്ങളും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരിക്കലും ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇതിനൊക്കെയാണ് എന്താ പറയാ? ഭാഷാപരമായിട്ടുള്ള ജാതിത്വം എന്ന് പറയാ. ലിംഗ്വിസ്റ്റിക് എൻഡിനിഫിറ്റി എന്ന് പറയാം. അപ്പൊ എൻഡിനിഫിറ്റി ജാതിത്വം 6 രൂപമുള്ളത്. ഭാഷാപരമായിട്ടുണ്ട്, കമ്മ്യൂണലിസം ആയിട്ടുണ്ട്, ട്രൈബൽ ആയിട്ടുണ്ട്, എൻഡനോ നാഷണലിസം ആയിട്ടുണ്ട്, റീജിയണൽ ആയിട്ടുണ്ട്, കാസ്റ്റിസം ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഈ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളും രൂപീകൃതമായിട്ടുള്ളത്, അതല്ലാതെ ഒരിക്കലും റിലീജിയന്റെ അടിസ്ഥാനത്തിലല്ല. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് ലിംഗ്വിസ്റ്റിക് എൻഡിനിഫിറ്റി അഥവാ ഭാഷാപരമായ ജാതിത്വം എന്ന് പറയുന്നത്. അടുത്തതാണ് കമ്മ്യൂണലിസം. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ എന്താ? സമുദായവാദം എന്ന് പറയും. Communalism is based on religious identity. മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതിത്വമാണ് സമുദായവാദം. ഇപ്പൊ കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ സമുദായവാദം. ഈ സമുദായവാദം എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? റിലീജിയസ്. കമ്മ്യൂണലിസം ഈസ് ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡന്റിറ്റി. മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതിത്വമാണ് സമുദായവാദം. It creates conflict and threatens national unity. ഇതെന്ത് സൃഷ്ടിക്കുന്നു? കോൺഫ്ലിക്റ്റ് അപ്പൊ ഈ സമുദായവാദം എന്ത് സൃഷ്ടിക്കാൻ കാരണമാകുന്ന പറയണേ? സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും അത് നാഷണൽ യൂണിറ്റി ദേശീയ ഐക്യത്തെ തകർക്കുന്നതിനും ദേശീയ ഐക്യം നാഷണൽ യൂണിറ്റിക്ക് ഭീഷണിയാവുകയും ചെയ്യുന്നു. അപ്പൊ കമ്മ്യൂണലിസം എന്തിനൊക്കെ കാരണമാകുക? സമുദായവാദം, സ്വന്തം സമുദായം മാത്രം വലുത് എന്ന് പ്രകടിപ്പിക്കുന്നതാണ് സമുദായവാദം അഥവാ കമ്മ്യൂണലിസം. ഈ കമ്മ്യൂണലിസം എന്തിനു കാരണമാകുന്നുണ്ട്? ഇറ്റ് ക്രിയേറ്റ് കോൺഫ്ലിക്റ്റ്. അതായത് സംഘർഷത്തിനും ത്രെട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രെട്ടൻസ് നാഷണൽ യൂണിറ്റി ദേശീയ ഐക്യം തകരുന്നതിനും കാരണമാകുന്നു. And then next point, origin linked to British divide and rule policy. ബ്രിട്ടീഷ് ഈ കമ്മ്യൂണലിസത്തിലൂടെയാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെ തമ്മിൽ അടുപ്പിച്ചത്. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി പറഞ്ഞാൽ എന്താണ്? അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിക്കുക. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന തന്ത്രത്തിലൂടെ നിങ്ങളുടെ മതമാണ് വലുത്, നിങ്ങളുടെ മതമാണ് വലുത്, അങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാൻ ബ്രിട്ടീഷുകാര് ശ്രമിച്ചത് ഏതിലൂടെയാണ്? ഈ സമുദായവാദത്തിലൂടെ അഥവാ കമ്മ്യൂണിസത്തിലൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് ഒറിജിൻ ലിങ്ക്ഡ് ടു ബ്രിട്ടീഷ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. നിയമങ്ങളെ ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നയമായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ ഫോളോ ചെയ്തിരുന്നത്. അതേതിന് ഉദാഹരണമാണ് കമ്മ്യൂണലിസം. കോൺഫ്ലിക്റ്റ് ഒക്കേർഡ് ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിം. അങ്ങനെ ഹിന്ദു മുസ്ലിം സംഘർഷത്തിനും അത് കാരണമായി.
And then example, സിഖ് റൈറ്റ്. അതിന് ഉദാഹരണമാണ് സിഖ് കലാപം 1984 1984 ഉണ്ടായിട്ടുള്ള സിഖ് റൈറ്റും അയോധ്യ 1992 1992 അയോധ്യയിൽ ഉണ്ടായിട്ടുള്ള പള്ളി പൊളിക്കലുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും ഗുജറാത്ത് വയലൻസ് 2002 ഗുജറാത്തിലെ ട്രെയിനിന് തീ വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഏതിന് ഉദാഹരണമാണ്? ഈ കമ്മ്യൂണലിസം സമുദായവാദത്തിന് ഉദാഹരണമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തതാണ് നമുക്ക് എത്നിക് ഐഡന്റിറ്റിയുടെ മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ കടക്കുന്നത് ട്രൈബൽ മൂവ്മെന്റ്. എന്താ ട്രൈബൽ മൂവ്മെന്റ് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ട്രൈബൽസിനെ കുറിച്ച് പഠിച്ചതാണ് അല്ലേ? അതായത് ആദിവാസി പ്രസ്ഥാനം എന്ന് പറയും അല്ലേ? അപ്പോ ട്രൈബൽ മൂവ്മെന്റിൽ പറയുന്നു ട്രൈബൽസ് ആർ ഇൻഡിജീനിയസ് ഫോഴ്സ്ഡ് പീപ്പിൾ. അതെ, ഒരു ഇൻഡിജീനിയസ് ആയിട്ട് കാട്ടിൽ മാത്രം താമസിക്കുന്ന ആളുകളാണ് ആര്? ട്രൈബൽസ്. They were exploited by landlord and official. ഭൂവുടമകളും ഉദ്യോഗസ്ഥരും അവരെ ചൂഷണം ചെയ്തിരുന്നു. ഇപ്പൊ വനഭൂമികളിൽ മാത്രം ജീവിതം തള്ളി നീക്കുന്ന വനാന്തരങ്ങളിൽ മാത്രം കഴിഞ്ഞു കൂടുന്ന ആളുകളെയാണ് ട്രൈബൽസ് എന്ന് പറയുക. അവരുടെ ജീവിതത്തെ ആര് അറ്റാക്ക് ചെയ്തിരുന്നു എന്നാ പറയണേ? ലാൻഡ് ലോർഡ് ആൻഡ് ഒഫീഷ്യൽ. ഭൂവുടമകളും മറ്റു ഉദ്യോഗസ്ഥരും അവരുടെ ജീവിതത്തെ എന്ത് ചെയ്തു? എക്സ്പ്ലോയിറ്റഡ് ചെയ്തു. ലോസ്റ്റ് ലാൻഡ് ആൻഡ് ലീവ്ലിഹുഡ്. അവർക്ക് ഭൂമിയും ലീവ്ലിഹുഡ് കാരണം എന്താ? ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടു. ലോസ്റ്റ് ലാൻഡ് ലോസ്റ്റ് ചെയ്യപ്പെടുക പറഞ്ഞാൽ എന്താ? ഭൂമി നഷ്ടപ്പെട്ടു, കൂടാതെ അവരുടെ ജീവനോപാധികളും നഷ്ടപ്പെട്ടു. And then fought against non-tribal. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഈ fought against non-tribal അന്യജാതിക്കാർക്കെതിരെ പോരാടി. ഏത്? അതിന്റെ ഒരു പോരാടിയ സംഘടനയാണ് DIKUS. And മൂവ്മെന്റ് aimed to protect land identity and livelihood. സ്വന്തം ഭൂമി തിരിച്ചു പിടിക്കുന്നതിനും ഉപജീവനം സംരക്ഷിക്കാനും വേണ്ടിയായിരുന്നു അവരുടെ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. ട്രൈബൽസിന്റെ നേതൃത്വത്തില് ചില പ്രസ്ഥാനങ്ങൾ മൂവ്മെന്റുകൾ ഉയർന്നു വന്നു. കാരണം അവരുടെ എന്തൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ലാൻഡ്, അവരുടെ ഭൂമിയും ഐഡന്റിറ്റിയും ലിവ്ലിഹുഡും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? എത്നിക് ഐഡന്റിറ്റിയുടെ ഫോംസുകളാണ്. അപ്പൊ നമ്മള് എത്നിക് ഐഡന്റിറ്റിയുടെ ഫോംസുകൾ essay ക്വസ്റ്റ്യൻ ആണ്. 6 പോയിന്റ് ടീച്ചറോട് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ അടുത്തതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയ ബാക്കി ഭാഗം. നമ്മള് എത്നിക് ഐഡന്റിറ്റിയിൽ നമ്മള് 3rd പോയിന്റ് വരെയാണ് ഡിസ്കഷൻ നടത്തിയത്. ഇനി 4th, 5th, 6th പോയിന്റുകളാണ് പറയുന്നത്. എന്തിനോ നാഷണാലിസം. അടുത്ത പോയിന്റാണ് എന്തിനോ നാഷണാലിസം. ജാതി ദേശീയത എന്ന് പറയും. എന്തിനോ നാഷണാലിസം. ലോയൽറ്റി ടുവേർഡ്സ് വൺ എത്നിക് ഗ്രൂപ്പ് ആൻഡ് ഡിമാൻഡ് ഫോർ വൺ സ്റ്റേറ്റ്. സ്വന്തം ജാതിയോടുള്ള വിശ്വാസവും സ്വന്തം സംസ്ഥാനത്തോടുള്ള ആവശ്യവുമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനോ നാഷണാലിസം. ലോയൽറ്റി ടുവേർഡ്സ് വൺ എത്നിക് ഗ്രൂപ്പ് ആൻഡ് ഡിമാൻഡ് ഫോർ വൺ സ്റ്റേറ്റ്. സ്വന്തം ജാതിയോടും സ്വന്തം ഗ്രൂപ്പിനോടും അതേപോലെ തന്നെ സ്വന്തം സംസ്ഥാനത്തോടുമുള്ള ആ ലോയൽറ്റിയാണ് എന്തിന് കാരണമാകുക? എന്തിനോ നാഷണാലിസം. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, എത്നിക് ഗ്രൂപ്പ് സീക്ക് പൊളിറ്റിക്കൽ പവർ ആൻഡ് ഓട്ടോണമി. ജാതി ഗ്രൂപ്പുകൾ സ്വയം ഭരണവും അധികാരവും ആവശ്യപ്പെടുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ ജാതിയുടെ ചില ജാതീയപരമായ പാർട്ടികൾ? അപ്പോൾ ആ ജാതീയപരമായ പാർട്ടികൾ അവരുടെ അതോറിറ്റി നിലനിർത്താൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ജാതീയമായ ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയൽറ്റി ടുവേർഡ് വൺ എത്നിക് ഗ്രൂപ്പ് ആൻഡ് ഡിമാൻഡ് ഫോർ വൺ സ്റ്റേറ്റ്. സ്വന്തം ജാതിയോടുള്ള വിശ്വാസവും സ്വന്തം സംസ്ഥാനത്തോടുള്ള ആവശ്യവുമാണ് ഇതിന് കാരണം. എത്നിക് ഗ്രൂപ്പ് സീക്ക് പൊളിറ്റിക്കൽ പവർ ആൻഡ് ഓട്ടോണമി. ജാതി ഗ്രൂപ്പുകൾ സ്വയം ഭരണവും അധികാരവുമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഡെവലപ്പ് വെൻ ഐഡന്റിറ്റി ഗ്രൂപ്പ് ഫോർ മാർജിനലൈസ്ഡ്. അതേപോലെ തന്നെ അവഗണിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാറുള്ളത്. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്? അവരെ അവഗണിക്കപ്പെടുമ്പോൾ, ചില ജാതി ഗ്രൂപ്പുകളെ അവഗണിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നത്. ലീഡ്സ് ടു മൂവ്മെന്റ് ഫോർ സെൽഫ് റൂൾ. അങ്ങനെ സ്വയംഭരണത്തിനായിട്ടുള്ള പോരാട്ടത്തിലേക്ക് നയിക്കുന്നു.
ലീഡ് ടു മൂവ്മെൻറ്റ് ഫോർ സെൽഫ് റൂൾ പറഞ്ഞാൽ സ്വയംഭരണത്തിനായിട്ടുള്ളൊരു പോരാട്ടത്തിലേക്ക് നയിക്കാൻ ഈ നാഷണാലിസം കാരണമാകുന്നു. അടുത്തതാണ് റീജിയണലിസം എന്ന് പറഞ്ഞാൽ പ്രദേശവാദം. ഇൻ്റെ പ്രദേശം, ഇത് ഞങ്ങളുടെ ഏരിയ, അങ്ങനെയുള്ള പ്രദേശത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് റീജിയണലിസം. ലോയൽറ്റി ടുവേർഡ് വൺ ഫോർ റീജിയൻ, സ്വന്തം പ്രദേശത്തോടുള്ള വിശ്വാസമാണ് റീജിയണലിസം. അപ്പോൾ നമ്മൾ മലപ്പുറംകാരാണ്, ആ മലപ്പുറം ജില്ലയോടുള്ള നമ്മളുടെ ആ ഒരു എന്താ പറയുക ഇഷ്ടം. അതല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് ജില്ലയാണ്, അല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂർ അങ്ങനെ നമ്മൾ ഓരോ ജില്ല, അങ്ങനെ സ്വന്തം പ്രദേശം, അല്ലെങ്കിൽ നമ്മൾ കേരളീയരാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാണ്, അങ്ങനെ നമ്മളുടെ പ്രദേശത്തോട് മാത്രമായിട്ട് നമ്മളിൽ ജനിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു വിശ്വാസവും സ്നേഹത്തെയൊക്കെയാണ് എന്ത് പറയുക റീജിയണലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ലോയൽറ്റി ടുവേർഡ്സ് വൺ ഫോർ റീജിയൻ, സ്വന്തം പ്രദേശത്തോട് കാണിക്കുന്ന വിശ്വാസമാണ് റീജിയണലിസം. നെക്സ്റ്റ് പോയിന്റ്, ഡെവലപ്പ് റീജിയണൽ ഐഡൻറ്റിറ്റി ആൻഡ് എന്തനിക് കോൺഷ്യസ്നെസ്. അതേപോലെ തന്നെ ഇത് പ്രാദേശികമായ തിരിച്ചറിവ് വളർത്തുന്നതിന് കാരണമാകുന്നു. ആൻഡ് ദെൻ ക്യാൻ ത്രട്ടൻ നാഷണൽ യൂണിറ്റി, പക്ഷേ ദേശീയ ഐക്യത്തിന് ഇത് ഭീഷണിയാണ്. കാരണം നമ്മൾ മലപ്പുറം ജില്ലക്കാരാണ്, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലക്കാരാണ്, അങ്ങനെ ഓരോ ജില്ലകൾ തന്നെ അങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ യൂണിറ്റി ഉണ്ടാവില്ല. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ളത് ഓക്കെയാണ്, അതിന് പകരം നമ്മൾ കേരളീയരാണ്, നമ്മൾ തമിഴ്നാട്ടുകാരാണ്, നമ്മൾ ഇന്ന ജില്ലക്കാർ, അങ്ങനെ സ്വന്തം പ്രദേശത്തിനോട് മാത്രം സ്നേഹവും കൂറും പുലർത്തുമ്പോൾ അവിടെ എന്താണ് തകരുക? നാഷണൽ യൂണിറ്റി, ദേശീയ ഐക്യം തകരാൻ കാരണമാകുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ലെഡ് ടു ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ് ലൈക്ക് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, തെലുങ്കാന. അങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള ദേശീയ ഐക്യത്തിന് അത് ഭീഷണിയാകും. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്? ജാർഖണ്ഡും ഛത്തീസ്ഗഡും തെലുങ്കാനയൊക്കെ. തെലുങ്കാനയൊക്കെ ഇപ്പോൾ അടുത്തുണ്ടായ രാഷ്ട്രമാണ്. കാരണം തെലുങ്ക് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേകം രാഷ്ട്രം വേണമെന്ന് വാശി പിടിച്ചത് കൊണ്ടാണ് തെലുങ്കാന രൂപം കൊണ്ടത്. മറ്റതൊക്കെ ട്രൈബൽസിന് വേണ്ടി രൂപം കൊണ്ടതാണ് ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വന്തം പ്രദേശത്തോട് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക? റീജിയണലിസം എന്ന് പറയുക കേട്ടോ. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് കാസ്റ്റിസം, ജാതിവാദം. എന്താണ് കാസ്റ്റിസം? ലോയൽറ്റി ടുവേർഡ് വൺ ഫോർ കാസ്റ്റ്, സ്വന്തം ജാതിയോട് മാത്രമുള്ള വിശ്വാസം. എൻ്റെ ജാതിയാണ് വലുത്, എൻ്റെ ജാതിക്ക് മാത്രം മതി എല്ലാ ആനുകൂല്യങ്ങളും. അങ്ങനെ സ്വന്തം ജാതിയോട് അമിതമായി ലോയൽറ്റി, വിശ്വാസം പ്രകടിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക? ജാതിത്വം, ജാതീയവാദം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, പ്രൊമോട്ട് കാസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. അത് സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ ജാതി താല്പര്യം സംരക്ഷിക്കുന്നു. പ്രൊമോട്ട് കാസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്, അത് സാമൂഹികവും രാഷ്ട്രീയപരമായ ജീവിതത്തിൽ ജാതീയപരമായിട്ടുള്ള താല്പര്യം പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പ്രധാന പങ്കുവഹിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാന പങ്കുവഹിക്കാൻ കാരണമാകുന്നു. ഏത്? കാസ്റ്റിസം. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ബേസ്ഡ് ഓൺ കാസ്റ്റ് ഗ്രൂപ്പ്. പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് രൂപം കൊള്ളുന്നത്. നമുക്കറിയാലേ, പല രാഷ്ട്രീയ പാർട്ടികളും ജാതിയുടെ പേരിലുള്ള പാർട്ടികളാണുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, സ്ട്രെങ്തൻ കാസ്റ്റ് ഐഡന്റിറ്റി ആൻഡ് സോളിഡാരിറ്റി, ജാതീയമായ ഒരു ഐക്യം ശക്തിപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഏതിൻ്റെ രൂപങ്ങളെ, എന്തനിക് ഐഡൻറ്റിറ്റിയുടെ ഫോംസുകൾ കേട്ടോ. 6 പോയിൻ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തനിക് ഐഡൻറ്റിറ്റിയുടെ ഫോംസ് ഓഫ് എന്തനിക് ഐഡൻറ്റിറ്റി 6 പോയിൻറ്റ്സ് ആണുള്ളത്. അതിൽ 6 പോയിൻ്റ് നമ്മൾ ബോർഡിൽ ടീച്ചർ പോയിൻറ്റ്സ് മെയിൻ പോയിൻറ്റും സബ് പോയിൻറ്റുകളാക്കി എഴുതിയിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ എഴുതിയെടുത്ത് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഒരു എസ്സേ ആണ് കഴിഞ്ഞ ഭാഗത്ത് മനസ്സിലാക്കിയത് 7ാമത്തെ യൂണിറ്റിൽ. അതിനുശേഷം നമ്മൾക്ക് എടുക്കാനുള്ളത് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ എന്തനിക് അപ്സേർജ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ വംശീയമായ ഉയർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മളിനി ഡിസ്കഷൻ നടത്താനുള്ള ടോപ്പിക്. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ എന്തനിക് അപ്സേർജ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ വംശീയ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ള
ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. പ്രധാനമായും ആ 5 പോയിന്റുകളിലൂടെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഫസ്റ്റ് വൺ, പ്ലൂറൽ സൊസൈറ്റി, ബഹുസ്വഭാവമുള്ള സ്വഭാവം എന്ന് പറയും. പ്ലൂറൽ സൊസൈറ്റി. സെക്കൻഡ് വൺ, അൺഈക്വൽ എക്കണോമിക് ഡെവലപ്മെന്റ്. തേർഡ്, പാർലമെന്ററി ഡെമോക്രസി. ആൻഡ് ഫോർത്ത്, politicization of caste and religion. And fifth, fear among minority and globalization. ഇങ്ങനെ 5 പോയിന്റുകളിലൂടെയാണ് നമ്മളുടെ ഈ ഒരു ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ എത്നിക് അപ്സർജ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ വംശീയ ഉയർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കഷൻ നടത്താനുള്ളത്. അതിൽ പ്ലൂറൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യ ഹാസ് മെനി കാസ്റ്റ്, റിലീജിയൻ ആൻഡ് ലാംഗ്വേജ്. കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സ് ഇൻക്രീസസ് എത്നിക് ഐഡന്റിറ്റി. ഇന്ത്യയിൽ നിരവധി ജാതി, മത, ഭാഷ വിഭാഗങ്ങളുണ്ട്. മാത്രമല്ല ഈ വിഭാഗങ്ങൾക്കൊക്കെ വിഭവങ്ങൾ മത്സരം വർദ്ധിക്കുന്നതിന് എന്ത് കാരണമാകുന്നു? വംശീയമായ തിരിച്ചറിവ് ശക്തമാകുന്നു. കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സ് ഇൻക്രീസ് എത്നിക് ഐഡന്റിറ്റി. അതായത് വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം വംശീയപരമായ തിരിച്ചറിവ് ശക്തമാകുന്നതിന് കാരണമാകുന്നു. ഇന്ത്യയില് മതപരമായിട്ടും കാസ്റ്റ് പരമായിട്ടും റിലീജിയൻ ആയിട്ടും ലാംഗ്വേജ് ആയിട്ടും ഒക്കെ വ്യത്യസ്ത ആളുകളാണുള്ളത്. ഇവർക്കൊക്കെ വേണ്ട വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം എന്തിന് കാരണമാകുന്നുണ്ട്? വംശീയ തിരിച്ചറിവിന് കാരണമാകുന്നു. അപ്പൊ എത്നിക് ഐഡന്റിറ്റിക്ക് കാരണമാകുന്നത് പ്ലൂറൽ സൊസൈറ്റി ആണ് എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഡിഫറെന്റ് കാസ്റ്റ്, ഡിഫറെന്റ് റിലീജിയൻ, ഡിഫറെന്റ് ലാംഗ്വേജ്, അതുകൊണ്ട് തന്നെ എല്ലാം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ വേണ്ട റിസോഴ്സസ്, വിഭവങ്ങൾക്ക് വേണ്ട മത്സരമാണ് എന്തിന് കാരണമായി, എന്ത് വർദ്ധിക്കാൻ കാരണമായി തീർന്നത്? വംശീയ തിരിച്ചറിവ് അഥവാ എത്നിക് ഐഡന്റിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം. അതാണ് എത്നിക് ഐഡന്റിറ്റി ഉള്ള ഒരു പ്രധാന കാരണമായിട്ട്, വംശീയപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് അൺഈക്വൽ എക്കണോമിക് ഡെവലപ്മെന്റ്. അസമമായ സാമ്പത്തിക വികസനം, അതും ഈ ഒരു വംശീയപരമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. അൺഈക്വൽ എക്കണോമിക് ഡെവലപ്മെന്റ്. Some group feel marginalized and left behind, leading to ethnic mobilization. ചില വിഭാഗങ്ങൾ പിന്നോക്കം പോകുകയും എന്നാൽ മാത്രമല്ല അത് വംശീയ രാഷ്ട്രത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നോക്കം പോകുന്ന ചില വിഭാഗങ്ങൾ എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നാ പറയുന്നത്? എത്നിക് മൊബിലൈസേഷൻ. അതായത് വംശീയപരമായിട്ടുള്ള രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ അത് കാരണമാവുകയും ചെയ്യുന്നു. അതാണ് അൺഈക്വൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയാനുള്ള കാരണം. തേർഡ് പോയിന്റ് ആണ് പാർലമെന്ററി ഡെമോക്രസി, ഒരു പാർലമെന്ററി ജനാധിപത്യം. Different ethnic group compete for political power and promote group solidarity. വിവിധ വംശീയ വിഭാഗങ്ങൾ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി മത്സരിക്കുകയും അത് അവരുടേതായിട്ടുള്ള സോളിഡാരിറ്റി വളർത്തുകയും ചെയ്യുന്നു. ഡിഫറന്റ് എത്നിക് ഗ്രൂപ്പ്, ചില വ്യത്യസ്ത വംശീയ വിഭാഗങ്ങൾ രാഷ്ട്രീയപരമായ ആധിപത്യത്തിന് വേണ്ടി മത്സരിക്കുകയും അത് അവരുടെ സോളിഡാരിറ്റി പ്രോത്സാഹിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പൊ ഇതും എന്ത് വളരാൻ കാരണമായി? ഈ എത്നിക് വംശീയ, അതായത് വംശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി ഏത്? പാർലമെന്ററി ഡെമോക്രസി. കാരണം വ്യത്യസ്ത വിഭാഗങ്ങൾ, വിവിധ വംശീയ വിഭാഗങ്ങൾ വിവിധ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി മത്സരിക്കുകയും അത് അവരുടേതായിട്ടുള്ള സോളിഡാരിറ്റി പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് എന്തിന് കാരണമായി തീർന്നു? ഈ വംശീയതയ്ക്ക് കാരണമായി. ആൻഡ് ദെൻ ഫോർത്ത് പോയിന്റ്, പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. അതേപോലെ തന്നെ ജാതിയും അതേപോലെ റിലീജിയൻ, മതവും രാഷ്ട്രീയവൽക്കരണവും. നമുക്കറിയാം, പൊളിറ്റിക്കൽ ലീഡേഴ്സ് യൂസ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ ടു ഗെയിൻ സപ്പോർട്ട് ആൻഡ് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ്. രാഷ്ട്രീയ നേതാക്കന്മാര് ജാതിയും മതവും ഉപയോഗിച്ചിട്ടാണ്
അവരുടെ രാഷ്ട്രീയത്തിൽ അധികാരം പിടിച്ചടക്കുന്നത്. അപ്പൊ അതും വംശീയതയ്ക്ക് കാരണമായി എന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് യൂസ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ ടു ഗെയിൻ സപ്പോർട്ട് ആൻഡ് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ്. രാഷ്ട്രീയ നേതാക്കന്മാര് ജാതിയും മതവും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതും എന്തുയർത്താൻ കാരണമായി വംശീയത എന്തിന് ഫിറ്റി അഥവാ എന്തിനിക്ക് അപ്ലിറ്റ്മെന്റിന് കാരണമായി തീർന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. And last point, fear among minority and globalization. Minority fear loss of culture due to dominant culture and globalization. So they assert ethnic identity. അതേപോലെ തന്നെ ഫിയർ എമംഗ് മൈനോറിറ്റി ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് ആളുകളിൽ മേലുണ്ടാകുന്ന ഭയവും ആഗോളവൽക്കരണം. അതായത് മൈനോറിറ്റി പറയുമ്പോൾ എന്താണ്, കുറച്ച് ആളുകൾ മാത്രമുള്ളതിനെയാണ് നമ്മൾ മൈനോറിറ്റി പീപ്പിൾസ് എന്ന് പറയുക. അപ്പൊ ഇത്തരത്തിലുള്ള മൈനോറിറ്റീസ് സ്വന്തം സംസ്കാരം നഷ്ടപ്പെടുമെന്ന ഭയം കാരണവും എന്തിന് കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നത് വംശീയതയ്ക്ക് കാരണമാകുന്നു. മൈനോറിറ്റി ഫിയർ ലോസ് ഓഫ് കൾച്ചർ, സ്വന്തം സംസ്കാരം നഷ്ടപ്പെടുമെന്ന മൈനോറിറ്റിയുടെ ഫിയറും എന്തിന് കാരണമാകുന്നു? ആ ഒരു ഭയമാണ് ഗ്ലോബലൈസേഷനിലേക്ക് എത്തുന്നതും അത് വളരുന്നതിനും കാരണമാകുന്ന പറയുന്നത് വംശീയത വളരുന്നതിനും എന്തനിക് ഐഡന്റിറ്റി രൂപം കൊള്ളുന്നതിനും കാരണമാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതായത് എന്തനിക് അപ്സർജ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ വംശീയതയുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങളായിട്ട് പറയുന്ന 5 പോയിന്റ് കേട്ടോ. പ്ലൂറൽ സൊസൈറ്റി, അൺഈക്വൽ എക്കണോമിക് ഡെവലപ്മെന്റ്, പാർലമെന്ററി ഡെമോക്രസി, പൊളിറ്റിസൈസേഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ, ഫിയർ എമംഗ് മൈനോറിറ്റി ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മൾക്ക് എടുക്കാനുള്ളത് തിയറിറ്റിക്കൽ അപ്രോച്ച് ടു ദ എന്തനിക് മൂവ്മെന്റ് ആണ്. ഏതൊക്കെയാണ് തിയറിറ്റിക്കൽ അപ്രോച്ച് ടു ദ എന്തനിക് മൂവ്മെന്റ് എന്ന് നമുക്ക് പരിശോധിക്കാം കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ അടുത്തൊരു പുതിയ ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. ഈ ഒരു യൂണിറ്റിൽ തന്നെ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു എന്തനിക് മൂവ്മെന്റ്. അതായത് എന്തനിക് മൂവ്മെന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ സമീപനങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുന്നത്. പ്രധാനമായും 4 അപ്രോച്ചസ് ആണ് ഉള്ളത്. തിയറിറ്റിക്കൽ അപ്രോച്ചസ് ആണ് എന്തനിക് മൂവ്മെന്റുമായിട്ടുള്ളത്. വംശീയ മൂവ്മെന്റുമായിട്ടുള്ളത് പ്രധാനമായും 4 അപ്രോച്ചസ് ആണ്. പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച്, ഇൻസ്ട്രുമെന്റൽ അപ്രോച്ച്, മോഡേണൈസേഷൻ അപ്രോച്ച്, സോഷ്യൽ കൺസ്ട്രക്ഷണലിസ്റ്റ് അപ്രോച്ച്. അങ്ങനെ 4 അപ്രോച്ചുകളിലൂടെയാണ് എന്തനിക് മൂവ്മെന്റിനെ ഡിസ്കഷൻ നടത്തുന്നത്. പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച്, ഇൻസ്ട്രുമെന്റൽ അപ്രോച്ച്, മോഡേണൈസേഷൻ അപ്രോച്ച്, സോഷ്യൽ കൺസ്ട്രക്ഷണലിസ്റ്റ് അപ്രോച്ച്. അതിൽ നമുക്ക് പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച് എന്തായെന്ന് നമുക്ക് നോക്കാം. പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ചിൽ എന്തൊക്കെയാണ് വ്യക്തമാക്കുന്നത് നോക്കൂ. 4 പോയിന്റ്സ് ആണ് മെയിൻ പോയിന്റ് ഉള്ളത്. അതിലെ ഫസ്റ്റ് വണ്ണാണ് പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച്. Ethnicity is based on blood types, ancestry, family and culture. Ethnicity അഥവാ വംശീയത എന്തിനെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്? ബ്ലഡ് ടൈപ്സ്, രക്തബന്ധം, ആൻസെൻഡറി പാരമ്പര്യം, ഫാമിലി കുടുംബം, കൾച്ചർ എന്നിവയൊക്കെയാണ് എന്തനിസിറ്റി ഫോക്കസ് ചെയ്യുന്നത് അഥവാ അടിസ്ഥാനപ്പെടുത്തുന്നത്. എന്തനിസിറ്റി ഈസ് ബേസ്ഡ് ഓൺ blood types, ancestry, family and culture. And then second point, ethnic bond are natural and strong. വംശീയ ബന്ധങ്ങൾ എപ്പോഴും സ്വാഭാവികവും ശക്തവുമാണ്. എന്തനിക് ബോൺസ് ആർ നാച്ചുറൽ ആൻഡ് സ്ട്രോങ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവികമായിട്ടുള്ളതും സ്ട്രോങ് ശക്തമായിട്ടുള്ളതുമാണ്. അപ്പോൾ എന്തനിക് ബോൺസ് ആർ നാച്ചുറൽ ആൻഡ് സ്ട്രോങ്. And third one, members share common culture and value. അംഗങ്ങൾ ഒരേ സമയം ഒരേ സംസ്കാരവും മൂല്യവും പങ്കിടുന്നു. മെമ്പേഴ്സ് ഷെയർ കോമൺ കൾച്ചർ, പൊതുവായ സംസ്കാരവും, ആൻഡ് വാല്യൂ, മൂല്യങ്ങളുമാണ് അംഗങ്ങൾ പങ്കിടുന്നത്, ഷെയർ ചെയ്യുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, പീപ്പിൾ ഐഡൻറ്റിഫൈ themselves as part of that group.
വ്യക്തികൾ തങ്ങളെ ആ ഗ്രൂപ്പിൽപ്പെട്ടവരായിട്ടാണ് തിരിച്ചറിയുന്നത്. പീപ്പിൾ ഐഡന്റിഫൈ themselves as part of that group. വ്യക്തികൾ തങ്ങളെ ആ ഗ്രൂപ്പിൽപ്പെട്ടവരായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്, തിരിച്ചറിയുന്നത്. ഇതിനെയാണ് പ്രീമോർഡിയലിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുക. ഓക്കെ, അടുത്തതാണ് ഇൻസ്ട്രുമെൻ്റൽ അപ്രോച്ച്. ഇൻസ്ട്രുമെൻ്റൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഉപകരണപരമായ സമീപനം എന്നൊക്കെ പറയും. അതിൽ ഫസ്റ്റ് വൺ, പീപ്പിൾ യൂസ് എൻഡിനിക് ഐഡൻറ്റിറ്റി ടു ഗിവൺ ബെനഫിറ്റ്. ആളുകൾക്ക് ലാഭം ലഭിക്കാൻ വംശീയ തിരിച്ചറിവ് ഉപയോഗിക്കാം. ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ബെനഫിറ്റ് ലഭിക്കണമെങ്കിൽ എന്തിനെ തിരിച്ചറിയാം? എൻഡിനിക് ഐഡൻറ്റിറ്റിയെ തിരിച്ചറിയാൻ സാധിക്കുന്നു. പീപ്പിൾ യൂസ് എൻഡിനിക് ഐഡൻറ്റിറ്റി ടു ഗെയിൻ ബെനിഫിറ്റ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എൻഡിനിഫിറ്റി ഈസ് യൂസ്ഡ് ഫോർ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് അഡ്വാൻറ്റേജ്. രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾക്കായി എന്തിനെ ഉപയോഗിക്കുന്നു? വംശീയതയെ, എൻഡിനിഫിറ്റിയെ ഉപയോഗിക്കുന്നു. എൻഡിനിഫിറ്റി ഈസ് യൂസ്ഡ് ഫോർ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് അഡ്വാൻറ്റേജസ്. രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എൻഡിനിഫിറ്റിയെ യൂസ്ഫുൾ ചെയ്യുന്നു, ഉപയോഗപ്പെടുത്തുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എൻഡിനിക് ഐഡൻറ്റിറ്റി ഈസ് ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ ഇൻഡിവിജ്വൽ. അതേപോലെ എൻഡിനിക് ഐഡൻറ്റിറ്റി വംശീയ വ്യക്തികൾ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. എൻഡിനിക് ഐഡൻറ്റിറ്റി ഈസ് ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ ഇൻഡിവിജ്വൽ. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ്, അതിൽ ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് കളക്റ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ. ഇത് കൂട്ടായ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് കളക്റ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഇൻസ്ട്രുമെൻ്റൽ അപ്രോച്ചിൽ പറയണത്. അടുത്തതാണ് മോഡേണൈസേഷൻ അപ്രോച്ച്. ആധുനികവൽക്കരണ സമീപനം എന്ന് പറയും. ആധുനികവൽക്കരണ സമീപനത്തിൽ എന്തൊക്കെയാണ് പറയണത് നോക്കൂ. ഇമ്പോർട്ടൻസ് ഓഫ് എൻഡിനിഫിറ്റി ഡിക്ലൈൻസ് വിത്ത് മോഡേണൈസേഷൻ. ആധുനികവൽക്കരണത്തോടെ എൻഡിനിഫിറ്റിയുടെ പ്രാധാന്യം കുറയുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് എൻഡിനിഫിറ്റി ഡിക്ലൈൻ വിത്ത് മോഡേണൈസേഷൻ. മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് എൻഡിനിഫിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യപ്പെട്ടു? ഡിക്ലൈൻ ചെയ്യപ്പെടുക, കാരണം കുറഞ്ഞു തുടങ്ങി. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് നാഷണലിസം വേക്കൻ എൻഡിനിക് ഐഡൻറ്റിറ്റി. വ്യവസായവൽക്കരണവും ദേശീയതയും വംശീയതയെ ബാധിക്കുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് നാഷണലിസം വേക്കൻ എൻഡിനിക് ഐഡൻറ്റിറ്റി. വ്യവസായവൽക്കരണവും ദേശീയതയും എന്തിനെ ബാധിക്കുന്നുണ്ട്? ഈ ഒരു എൻഡിനിക് ഐഡൻറ്റിറ്റിയെ ബാധിക്കുന്നു. ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ ടു മോഡേൺ സൊസൈറ്റി റെഡ്യൂസ് എൻഡിനിഫിറ്റി. അതേപോലെ തന്നെ പരമ്പരാഗത സമൂഹത്തിൽ നിന്ന് ആധുനിക സമൂഹത്തിലേക്ക് മാറുമ്പോൾ വംശീയത കുറയുന്നു. ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ ടു മോഡേൺ സൊസൈറ്റി റെഡ്യൂസ് എൻഡിനിഫിറ്റി. ട്രഡീഷണലിൽ പരമ്പരാഗതത്തിൽ നിന്നും മോഡേൺ സൊസൈറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ എന്താണ് റെഡ്യൂസ് ചെയ്യുന്നത്? എൻഡിനിഫിറ്റി, വംശീയത കുറയുന്നു. എൻഡിനിഫിറ്റി ഈസ് ടെമ്പററി ഇൻ നേച്ചർ. എൻഡിനിഫിറ്റി, വംശീയത താൽക്കാലികമായ ഒന്നാണ്, ഒരു ടെമ്പററി ആണ്. എൻഡിനിഫിറ്റി ഈസ് ടെമ്പററി ഇൻ നേച്ചർ. അടുത്തതാണ് സോഷ്യൽ കൺസ്ട്രക്ഷനിസ്റ്റ് അപ്രോച്ച്. സോഷ്യൽ കൺസ്ട്രക്ഷനിസ്റ്റ് അപ്രോച്ചിൽ 4 പോയിന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, എൻഡിനിഫിറ്റി ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. വംശീയത ഒരു സാമൂഹിക നിർമ്മിതിയാണ്. ഗ്രൂപ്പ് ആർ ഫോംഡ് ബേസ്ഡ് ഓൺ കൾച്ചർ, അപ്പിയറൻസ് ആൻഡ് ആൻസെൻഡറി. സംസ്കാരം, രൂപം, പാരമ്പര്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നത്. ഗ്രൂപ്പ് ആർ ഫോംഡ് ബേസ്ഡ് ഓൺ കൾച്ചർ, അപ്പിയറൻസ് ആൻഡ് ആൻസെൻഡറി. സംസ്കാരത്തിൻ്റെയും രൂപത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നത്. എൻഡിനിഫിറ്റി ക്യാൻ ചേഞ്ച് ആൻഡ് ബി മോഡിഫൈഡ്. വംശീയത മാറ്റം വരുത്താവുന്നതാണ്. എൻഡിനിഫിറ്റി ക്യാൻ ചേഞ്ച് ആൻഡ് ബി മോഡിഫൈഡ്. എൻഡിനിഫിറ്റി, വംശീയതയെ നമുക്ക് മാറ്റം ചെയ്യാൻ കഴിയുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഇറ്റ് ഈസ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഐഡൻറ്റിറ്റി. ഇത് വ്യക്തിപരവും കൂട്ടായമായ ഒരു തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് അത് സോഷ്യൽ കൺസ്ട്രക്ഷനിസ്റ്റ് അപ്രോച്ച് ആണെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ 4 പോയിൻ്റാണ് ഇതിനുള്ളത്.
തിയററ്റിക്കൽ അപ്രോച്ച് ടു എൻഡിനിക് മൂവ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും ഈ 4 പോയിന്റ്സുകളാണ്. അതിൻ്റെ സബ് പോയിന്റുകളാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. തിയററ്റിക്കൽ അപ്രോച്ച് ടു എൻഡിനിക് മൂവ്മെന്റ് ചോദിച്ചാൽ 4 പോയിന്റ്സുകൾ വെക്കുക. എന്നിട്ട് ആ ഓരോ പോയിന്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ ലാസ്റ്റായിട്ട് എടുക്കാനുള്ളത് എൻഡിനിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എൻഡിനിക് പ്രധാനപ്പെട്ട വംശീയമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ മൂവ്മെന്റിനെ കുറിച്ചാണ്. അതും ഏകദേശം 5 പോയിന്റുകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. നോക്കൂ, മേജർ എൻഡിനിക് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എൻഡിനിക് മൂവ്മെൻറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. മേജർ എൻഡിനിക് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. നേരത്തെ നമ്മൾ ഡിസ്കഷൻ ചെയ്തത് തിയററ്റിക്കൽ അപ്രോച്ച് ടു എൻഡിനിക് മൂവ്മെൻ്റ് ആയിരുന്നു. മാറരുത്, 2 ടോപ്പിക്കും ഏകദേശം ഒരേപോലെ തോന്നാം, പക്ഷേ രണ്ടും രണ്ടാണ്. തിയററ്റിക്കൽ അപ്രോച്ച് ടു എൻഡിനിക് മൂവ്മെൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്തിയത്. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എൻഡിനിക് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. പ്രധാനമായും ഇന്ത്യയിലെ വംശീയമായ പ്രസ്ഥാനങ്ങൾ 5 രീതിയിലാണുള്ളത്. ഇന്ത്യയിലെ വംശീയ പ്രസ്ഥാനങ്ങൾ 5 രീതിയിലാണ്. എൻഡിനിക് മൂവ്മെൻറ്റ് ഇൻ പഞ്ചാബ്, എൻഡിനിക് മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ്, എൻഡിനിക് മൂവ്മെൻറ്റ് ഇൻ അതേപോലെ തന്നെ ഗോർഖാലാൻഡ്, ദ്രാവിഡിയൻ മൂവ്മെൻറ്റ്, എൻഡിനിഫിറ്റി ഇൻ ആസാം. അങ്ങനെ 5 എൻഡിനിക് മൂവ്മെൻ്റ് ആണ് ഇന്ത്യയിലുള്ളത്. എൻഡിനിക് മൂവ്മെൻറ്റ് ഇൻ പഞ്ചാബ്, എൻഡിനിക് മൂവ്മെൻറ്റ് നോർത്ത് ഈസ്റ്റ്, എൻഡിനിക് മൂവ്മെൻറ്റ് ഗോർഖാലാൻഡ്, ദ്രാവിഡിയൻ മൂവ്മെൻറ്റ് ആൻഡ് എൻഡിനിഫിറ്റി ഇൻ ആസാം. ഇങ്ങനെ 5 എൻഡിനിക് മൂവ്മെൻ്റ് ആണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതിൽ ഫസ്റ്റ് പഞ്ചാബിലെ എൻഡിനിക് മൂവ്മെൻറ്റ് വംശീയ പ്രസ്ഥാനം എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. എൻഡിനിക് മൂവ്മെൻറ്റ് ഇൻ പഞ്ചാബ്. ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് ഡിമാൻഡഡ് സെപ്പറേറ്റ് സിഖ് സ്റ്റേറ്റ്. അതായത് പഞ്ചാബിലെ വംശീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതെന്തുമായിട്ടായിരുന്നു റിലേറ്റഡ് ആയിരുന്നത്? ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ്. ഖാലിസ്ഥാൻ പ്രസ്ഥാനം അതായത് പ്രത്യേകം ഒരു സിഖ് രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കാരണം പഞ്ചാബിലൊക്കെ സിഖുകാരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരു സിഖ് രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രൂപം കൊണ്ട ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് ഏതിന് എക്സാമ്പിളാണ്? ഈ എൻഡിനിക് മൂവ്മെൻറ്റ് ഇൻ പഞ്ചാബിന്. അതേപോലെ തന്നെ ഇറ്റ് ഇൻറ്റൻസിഫൈഡ് ഡ്യൂറിങ് ദ 1917 to 1919. 1970കളിലും 1990കളിലുമായിരുന്നു ഈ ഒരു ഖാലിസ്ഥാൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സിഖുകാർക്ക് പ്രത്യേകം രാഷ്ട്രം വേണമെന്ന്, പ്രത്യേകം സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായത് 70-90 കാലഘട്ടത്തിലായിരുന്നു. അതേപോലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വാസ് കണ്ടക്റ്റഡ് ഇൻ 1984 ടു കൺട്രോൾ മിലിറ്റന്റ്. അങ്ങനെ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വാസ് കണ്ടക്റ്റഡ് ഇൻ 1984 ടു കൺട്രോൾ മിലിറ്റൻസ്. അതേപോലെ തന്നെ ഈ ഒരു പഞ്ചാബിലുള്ള ഈ ഒരു ഇഷ്യൂവിനെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടക്ട് ചെയ്ത ഒരു സംഘടനയായിരുന്നു അത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇന്ദിരാഗാന്ധി വാസ് അസാസിനേറ്റഡ് ലീഡിങ് ടു ആൻറ്റി സിഖ് റൈറ്റ്. അങ്ങനെ ഇന്ദിരാഗാന്ധിയെ വധിച്ചതിനെ തുടർന്നാണ് സിഖ് വിരുദ്ധ കലാപങ്ങൾ നടന്നിരുന്നത് 1984. ദ ഗവൺമെൻറ് ലേറ്റർ കൺട്രോൾഡ് ദ ഇൻസർജൻസി. പിന്നീട് സർക്കാർ ഈ പ്രസ്ഥാനത്തെ എന്ത് ചെയ്യുക ചെയ്തത്? നിയന്ത്രിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സിഖുകാർക്ക് പ്രത്യേകം ഒരു രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുണ്ടായ വംശീയ പ്രസ്ഥാനമായിരുന്നു എൻഡിനിക് മൂവ്മെൻറ്റ് ഇൻ പഞ്ചാബിലെ എൻഡിനിക് മൂവ്മെൻറ്റ് വംശീയ പ്രസ്ഥാനം. അത് അവസാനം അത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിലേക്ക് കലാശിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ഗവൺമെൻറ് ഈ ഒരു മൂവ്മെൻറ്റ് പിരിച്ചുവിടുകയത്. ഇത്തരം ഈ ഒരു പ്രസ്ഥാനത്തെ, ഈ എൻഡിനിക് മൂവ്മെൻറ്റ് ഇൻ പഞ്ചാബിനെ എന്ത് ചെയ്തു? കൺട്രോൾ ചെയ്യാണ് ചെയ്തത്.
അടുത്തതാണ് നോർത്ത് ഈസ്റ്റിലെ എത്നിക് മൂവ്മെൻറ്റ്, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വംശീയ പ്രസ്ഥാനം. രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റാണ് എത്നിക് മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വംശീയ പ്രസ്ഥാനം. ട്രൈബൽ ഗ്രൂപ്പ് were not fully integrated with mainstream culture. ആദിവാസികൾ അവരുടെ സംസ്കാരത്തിൽ പൂർണ്ണമായും അതായത് ട്രൈബൽ ഗ്രൂപ്പ് were not fully integrated with mainstream culture. ആദിവാസികൾ അവരുടെ സംസ്കാരം അവർക്ക് വേണ്ടത്, അല്ലാതെ ഈ ഒരു സംസ്കാരമായിട്ട് അവർ പൂർണ്ണമായി അതിൽ ഇൻ്റഗ്രേറ്റഡ് ആയിരുന്നില്ല. അങ്ങനെയാണ് ആദിവാസികളുടെ നേതൃത്വത്തിൽ വടക്ക് കിഴക്കൻ മേഖലയിൽ ഒരു വംശീയ പ്രസ്ഥാനം ഉടലെടുക്കാനുണ്ടായ കാരണം കേട്ടോ. അപ്പോൾ എത്നിക് മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ട്രൈബൽ ഗ്രൂപ്പ് were not fully integrated with mainstream culture. ഈ ആദിവാസികൾ ഈ ഒരു സംസ്കാരത്തിൽ പൂർണ്ണമായും എന്ത് ചെയ്തിരുന്നില്ല, ലയിച്ചിരുന്നില്ല. നാഗാഫ് എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഗ്രൂപ്പിൻ്റെ പേരാണ് കേട്ടോ, നാഗാഫ് ഡിമാൻഡഡ് ആൻഡ് ഗോട്ട് നാഗാലാൻഡ് സ്റ്റേറ്റ് ഇൻ 1953. അങ്ങനെ 1963 നാഗാഫ് ട്രൈബൽസ് ആയിട്ടുള്ള നാഗാഫുകൾ അവർക്ക് നാഗാലാൻഡ് എന്ന പ്രത്യേകം സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. മിസോസ് ഡിമാൻഡഡ് ഓട്ടോണമി ആൻഡ് ഫോംഡ് മിസോറാം സ്റ്റേറ്റ്. അതേപോലെ തന്നെ ഈ നാഗാഫും മിസോസും ഒക്കെ ട്രൈബൽസാണ്, അവരുടെ പേരിലാണ് പ്രത്യേകം ഗോത്ര സംസ്ഥാനം രൂപം കൊണ്ടത് വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ. ഇതൊക്കെ വംശീയ പ്രസ്ഥാനത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ എത്നിക് മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ ഉണ്ടായ വംശീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ട്രൈബൽസിന് വേണ്ടിയിട്ടാണ് ഉണ്ടായത്. നാഗാഫുകൾ അവർക്ക് പ്രത്യേകം സംസ്ഥാനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാഗാലാൻഡ് 1953 നാഗാലാൻഡ് രൂപം കൊണ്ടു. അതിനുശേഷം മിസോസ് എന്ന് പറയുന്നത് ആരെന്നെയാണ്? ഈ മിസോസ് എന്ന് പറയുന്നതും ഒരു ഗോത്രവിഭാഗം തന്നെയാണ്. അപ്പോൾ ഈ മിസോസുകളും അവർക്ക് പ്രത്യേകം സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട്, ഓട്ടോണമി ആവശ്യപ്പെട്ടുകൊണ്ട് രൂപം കൊണ്ട സ്റ്റേറ്റാണ് ഏത്? മിസോറാം. ആൻഡ് മൂവ്മെൻറ്റ് വെയർ ബേസ്ഡ് ഓൺ കൾച്ചറൽ ആൻഡ് എത്നിക് ഐഡൻറ്റിറ്റി. അങ്ങനെ ഈ പ്രസ്ഥാനം വംശീയ തിരിച്ചറിവിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഇതാണ് എത്നിക് മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റിലെ കാര്യങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ തേർഡ് പോയിൻ്റാണ് എത്നിക് മൂവ്മെൻറ്റ് ഇൻ ഗോർഖാലാൻഡ്. എന്താണ് ഗോർഖാലാൻഡിലെ വംശീയ പ്രസ്ഥാനം? നമുക്ക് നോക്കാം. എത്നിക് മൂവ്മെൻറ്റ് ഇൻ ഗോർഖാലാൻഡ് demanded for a separate Gorgaland state in ഡാർജിലിംഗ്. അതായത് ഡാർജിലിംഗിൽ പ്രത്യേക ഗോർഖാലാൻഡ് സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റിന് രൂപം കൊടുത്തത്. ലെഡ് ബൈ സുഭാഷ് ഗൈസിംഗ് ആൻഡ് ലേറ്റർ ബിമാൽ ഗുറെ റെപ്രസെൻറ്റഡ് നേപ്പാളി സ്പീക്കിംഗ് പീപ്പിൾ. അതേപോലെ തന്നെ സുഭാഷ് ഗൈസിങ്ങും അതേപോലെ തന്നെ ബിമാൽ ഗുരാങ് കേട്ടോ, GURUNG, ബിമാൽ ഗുരാങ്. അപ്പോൾ ഈ സുഭാഷ് ഗൈസിങ്ങും ബിമാൽ ഗുരാങ്ങുമാണ് ഈ ഒരു ഗോർഖാലാൻഡിലെ വംശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ആളുകൾ. റെപ്രസെൻറ്റേറ്റഡ് നേപ്പാളി സ്പീക്കിംഗ് പീപ്പിൾ. നേപ്പാളി ഭാഷ സംസാരിക്കുന്നവർക്കായി ഒരു പ്രസ്ഥാനം തന്നെ നടത്തി. യൂസ്ഡ് പ്രൊട്ടസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ടു അച്ചീവ് ദ ഗോൾ. അങ്ങനെ സമരങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടായിരുന്നു ഏത് പ്രസ്ഥാനം മുന്നോട്ട് പോയത്? ഗോർഖാലാൻഡ് പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അടുത്തതാണ് ദ്രവിഡിയൻ മൂവ്മെൻറ്റ്, ദ്രാവിഡ പ്രസ്ഥാനം. Dravidian movement started in 1925 under the E.V. രാമസ്വാമി പെരിയാർ. E.V. രാമസ്വാമി അല്ലെങ്കിൽ അദ്ദേഹത്തിന് E.V. രാമസ്വാമി പെരിയാർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ E.V. രാമസ്വാമിയുടെ നേതൃത്വത്തിൽ 1925 ദ്രാവിഡൻ മൂവ്മെൻറ്റ് രൂപം കൊണ്ടത്. ഫോക്കസ്ഡ് ഓൺ ഈക്വാലിറ്റി ഫോർ ബാക്ക്വേർഡ് കാസ്റ്റ്. അതായത് പിന്നോക്ക ജാതികളുടെ സമത്വം ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റിന് രൂപം കൊടുത്തത്. ഒപ്പോസ്ഡ് സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അതേപോലെ തന്നെ സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടും പോരാടുകയും അതേപോലെ തന്നെ
അഭിമാനത്തിന് വേണ്ടി സെൽഫ് റെസ്പെക്റ്റിനും സോഷ്യൽ ജസ്റ്റിസിനും ഒക്കെയാണ് ഇത് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഹിന്ദി ഇമ്പോസിഷൻ, ഹിന്ദി നിർബന്ധത്തെ എതിർത്തിരുന്നു. ഇപ്പം ദ്രവീഡിയൻ എന്ന് പറയുമ്പോൾ തന്നെ ദ്രാവിഡർ എന്ന് പറയുമ്പോൾ ഈ തമിഴരാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തമിഴരുടെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ എതിർക്കുന്ന ഒരു മൂവ്മെൻറ്റും കൂടിയായിരുന്നു ഏത് ദ്രവീഡിയൻ മൂവ്മെൻറ്റ്. രാമസ്വാമിയുടെ നേതൃത്വത്തിൽ 1925 1925 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ പ്രധാനമായും ഫോക്കസ് ചെയ്തത് ഇക്വാലിറ്റി ഫോർ ബാക്ക്വേർഡ് കാസ്റ്റ്, പിന്നോക്ക വിഭാഗത്തിന് സമത്വം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ ഇത് എന്തൊക്കെയാണ് പ്രോത്സാഹിപ്പിച്ചത്? സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. അതേപോലെ ഹിന്ദി നിർബന്ധത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. ഇവിടെ പ്രൊമോട്ടർ എന്നാട്ടോ, പ്രൊമോട്ടർ റെസ്പെക്റ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആണ് പ്രൊമോട്ടർ. ആൻഡ് ദെൻ അടുത്ത ലാസ്റ്റ് ആണ് എൻഡിനിഫിറ്റി ഇൻ ആസാം. ആസാമിലെ വംശീയത. എൻഡിനിഫിറ്റി ഇൻ ആസാം. എന്താണ് ആസാമിലെ വംശീയത എന്ന് പറയുമ്പോൾ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ബോഡോ ട്രൈബൽ ആൻഡ് ബംഗാളി മുസ്ലിം സെറ്റിലേഴ്സ്. ബോഡോ ആദിവാസികളും അതേ ബംഗാളിലെ മുസ്ലിം കുടിയേറ്റക്കാരും തമ്മിലുണ്ടായ സംഘർഷമാണ് ആസാമിലെ എൻഡിനിക് മൂവ്മെൻറ്റിന് കാരണമായത്. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ബോഡോ എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഗോത്ര വിഭാഗക്കാരാണ്. അപ്പോൾ ആ ബോഡോ ട്രൈബൽസും ബംഗാളി മുസ്ലിംസ് അവർ തമ്മിലുണ്ടായ കോൺഫ്ലിക്റ്റ് ആണ് ആസാമിലെ ഏത് മൂവ്മെൻറ്റ് രൂപം കൊള്ളാൻ കാരണം? എൻഡിനിഫിറ്റി ഇൻ ആസാം മൂവ്മെൻറ്റ്. ആൻഡ് ദെൻ കേഫ്ഡ് റയറ്റ്, ഡെത്ത് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഒരു കലാപത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും കുടിയൊഴിപ്പിക്കലൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായി. ഇഷ്യൂ വാസ് റിലേറ്റഡ് ദ ഇലീഗൽ ഇമാജിറ്റേറിയൻ ആൻഡ് ലാൻഡ്. അതേപോലെ തന്നെ ഇത് ഈ ഒരു എന്താ പറയുക ഭൂമി അനധികൃതമായ കുടിയേറ്റമൊക്കെ വളരെയധികം ഇഷ്യൂ ആയി നിലനിൽക്കുന്നതിനും ഇത് കാരണമായി തീർന്നു. ലെഡ് ടു പ്രൊട്ടസ്റ്റ് ആൻഡ് എൻഡിനിക് ടെൻഷൻ. മാത്രമല്ല ഇത് വംശീയ സംഘർഷങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്തു. ഇതാണ് എൻഡിനിഫിറ്റി ഇൻ ആസാം. അപ്പോൾ കുട്ടികളെ ഇത്രയും അതായത് മേജർ എൻഡിനിക് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യയുടെ വംശീയ പ്രസ്ഥാനത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 5 പോയിന്റ് എഴുതണം. എൻഡിനിക് മൂവ്മെൻറ്റ് ഇൻ പഞ്ചാബ്, എൻഡിനിക് മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ്, എൻഡിനിക് മൂവ്മെൻറ്റ് ഇൻ ഗോർഖാലാൻഡ്, ദ്രവീഡിയൻ മൂവ്മെൻറ്റ്, എൻഡിനിഫിറ്റി ഇൻ ആസാം. ഈ 5 പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്കായി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓരോ പോയിന്റും എടുത്ത് സബ് പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് 20 മാർക്കും സ്കോർ ചെയ്യാനുള്ള ഇതാണ് ടീച്ചറോട് എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? 5 മെയിൻ പോയിന്റ് എഴുതി ഇട്ടതിന് ശേഷം മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോന്നും എടുത്ത് പിന്നെ നിങ്ങൾ സബ് പോയിന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതേപോലെ നിങ്ങളിതിലെ പ്രധാനപ്പെട്ട ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആളുകളുടെ പേരുകളെ ഡേറ്റുകളൊക്കെ നന്നായിട്ട് മാർക്ക് ചെയ്തിടുക. അത് വെക്കാൻ മറക്കും ചെയ്യരുത്. ഓക്കെ. അപ്പോൾ നമ്മളുടെ 7ാമത്തെ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി നമ്മൾക്ക് 8ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. പെസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ കർഷക പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾക്ക് 8ാമത്തെ യൂണിറ്റിലൂടെ ഡിസ്കഷൻ നടത്താനുള്ളത്. അപ്പം നമുക്കതെന്താ എന്ന് പരിശോധിക്കാം. ഓക്കെ.